നമസ്കാരം. വാർത്തകളുടെ തിരക്കേറിയ ദിനങ്ങളിലൂടെ കടന്നുപോയ കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാം. മലപ്പുറത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ പ്രധാന സംഭവങ്ങളും ശ്രദ്ധേയമായ വാർത്തകളും ഇനി ഒരുമിച്ചറിയാം. സ്വാഗതം വീക്കെൻഡ് പുതിയ എപ്പിസോഡിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനസാക്ഷ്യം പൊതുജന പരാതി പരിഹാര അദാലത്ത് വണ്ടൂരിൽ റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും സാധ്യമായത്ര വേഗത്തിൽ അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതിനുള്ള ഫലപ്രദമായ വേദിയായി അദാലത്ത് മാറണമെന്നും മന്ത്രി പറഞ്ഞു. ഭരണകൂടത്തെ നേരിട്ട് സമീപിച്ച് പരാതികൾ അവതരിപ്പിക്കാനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ പരിഹാരം തേടാനും ജനങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ് അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വിവിധ സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. വർഷങ്ങളായി പരിഹാരം കാത്തുകിടക്കുന്ന അപേക്ഷകളും പരാതികളും ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ പരാതികളും പൂർണ്ണമായി പരിഹരിക്കാൻ എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ലെങ്കിലും പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ പരമാവധി വേഗത്തിൽ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അതേത് രീതിയിൽ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. നമുക്ക് ഇത്തരം അദാലത്തുകളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് പലവട്ടം പല ഓഫീസുകൾ കയറി ഇറങ്ങി പലപ്പോഴും ഒരു കാര്യം നടക്കുന്നതിന് സമയമെടുക്കുമ്പോൾ ഇത്തരം അദാലത്തുകൾ ഒരു പരിധിവരെയെങ്കിലും പൂർണ്ണമായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് കഴിയില്ലെങ്കിലും കുറേയേറെ കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന വേദികളാണ് ഇത്തരം അദാലത്ത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടെയും സമയബന്ധിതമായും പരിഹാരം കാണുകയാണ് അദാലത്തിന്റെ ലക്ഷ്യം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ കൂടുതൽ പരാതികൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് ആവശ്യമായ വിവിധ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും അദാലത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ BP, ഷുഗർ പരിശോധന ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനാ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അദാലത്ത് കേവലം പരാതികൾ സ്വീകരിക്കുന്ന വേദി മാത്രമല്ലെന്നും ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് സാധ്യമായ പരിഹാരം ഉറപ്പാക്കുന്ന ജനകീയ സംവിധാനമായി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ ഏകോപനത്തോടെ സംഘടിപ്പിക്കുന്ന അദാലത്തിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മകന്റെ അടിയേറ്റ് അച്ഛൻ കൊല്ലപ്പെട്ടു. തിരൂർ സൗത്ത് അന്നാരിയിൽ ചിറ്റിപ്പാടം കോടേരിമന റോഡിൽ കുഴിപ്പയിൽ 64 വയസ്സുള്ള വേലായുധനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിയേറ്റ് വീണ അച്ഛന്റെ തലയിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് കണ്ട് മകൻ തന്നെയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ വേലായുധൻ രാത്രി 10 മണിയോടെ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. കയ്യിലുകൊണ്ട് തലയ്ക്ക് 3 അടി അടിച്ചുവെന്നാണ് മകൻ പോലീസിന് നൽകിയ മൊഴി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുത്തൂർ വിഷുപ്പാടത്ത് നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്നാരിലേക്ക് താമസം മാറി വന്നതാണ് കുടുംബം. രാധയാണ് ഭാര്യ. ജിതേഷ്, ജീന എന്നിവരാണ് മറ്റു മക്കൾ. തിരൂർ പൂക്കയിൽ തൂമരക്കാവിൽ പണം പന്തയം വെച്ച് ചൂതാട്ടം നടത്തിയ 5 പേരെ തിരൂർ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത്. സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതായി പൊതുജനങ്ങൾ പരാതി പറഞ്ഞിരുന്നു. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് റെയ്ഡ് നടത്തി പ്രതികളെ പിടികൂടുകയുണ്ടായി. ASI മുജീബ്, CPOമാരായ അനീഷ്, ജോബിഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സാമൂഹ്യ വിരുദ്ധരായ ഇത്തരക്കാർക്കെതിരെ തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു. പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ബോട്ടിന് തീപിടിച്ചു. കോലാഞ്ചിയകത്ത് സമീർ, സക്കീർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യന്ത്രവൽകൃത അൽ സെഹ്റ എന്ന ബോട്ടാണ് കത്തിയത്. എഞ്ചിൻ റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണം. കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി. തിങ്കളാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് സംഭവം. കോലാജിയാരകത്ത് സമീർ, സക്കീർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള അൽസെഹ്റ എന്ന യന്ത്രവൽകൃത ബോട്ടാണ് കത്തിയത്. എഞ്ചിൻ റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. 6 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമസ്ഥർ പറഞ്ഞു. പൊന്നാനിയിൽ നിന്ന് 2 യൂണിറ്റും കുറ്റിപ്പുറത്ത് നിന്ന് 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി. തിരൂരിലെ പള്ളികളിൽ കയറി മോഷണം നടത്തുന്നയാളെ തിരൂർ പോലീസ് പിടികൂടി. ചമ്രവട്ടം പുതുപ്പള്ളിയിലെ പള്ളിയിൽ പകൽ സമയത്ത് പള്ളിക്കുള്ളിൽ കയറിയാണ് മോഷ്ടാവ് മോഷണം നടത്തിയത്. പള്ളിയുടെ മുകളിലത്തെ നിലയിൽ ഉസ്താദിന്റെ മുറിയിൽ കയറിയാണ് ഉസ്താദിന്റെ തൂക്കിയിട്ട ഷർട്ടിൽ നിന്ന് മോഷ്ടാവ് മോഷണം നടത്തിയത്. അരീക്കോട് പെരുമ്പറമ്പ് സ്വദേശിയായ 29 വയസ്സുള്ള TP മുഹമ്മദ് ഫൈറൂസ് എന്നയാളാണ്
പൈസ മോഷ്ടിച്ചത്. പള്ളി ഭാരവാഹികളുടെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയുണ്ടായി. പ്രതിയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചതിൽ ഇയാൾക്ക് കണ്ണൂർ, അരീക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ കളവു കേസുകൾ ഉള്ളതായി അറിവായിട്ടുണ്ട്. പ്രതിയായ മുഹമ്മദ് ഫൈറൂസിനെ തിരൂർ കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയുണ്ടായി. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ജിഷ്ണു, ജിതിൻ, രാജശേഖരൻ, നസീർ തിരൂർക്കാട് എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരായ ബിജോ വർഗീസ്, ജീനിഷ് എന്നിവരുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മഞ്ചേരിയിൽ മാട്രിമോണിയൽ വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച് 20 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ പ്രതിയെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പാലക്കാട് ഒറ്റപ്പാലം വിരമംഗലം കുറിക്കാട്ടിൽ 39 വയസ്സുള്ള അൻസാറാണ് കേസിലെ പ്രതി. മാട്രിമോണിയൽ വെബ്സൈറ്റിലൂടെയാണ് അൻസാർ യുവതിയുമായി പരിചയപ്പെട്ടത്. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ വിശ്വാസം നേടിയെടുത്തതായാണ് പരാതി. ഇതിനിടെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് യുവതിയിൽ നിന്ന് സ്വർണവും പണവും കൈക്കലാക്കുകയായിരുന്നു. 20 പവൻ സ്വർണവും 1 ലക്ഷം രൂപയുമാണ് പ്രതി തട്ടിയെടുത്തതെന്നാണ് പോലീസ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. യുവതിയുമായി ബന്ധം സ്ഥാപിച്ച ശേഷം വിശ്വാസം നേടിയെടുത്താണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത സ്വർണവും പണവും കൈപ്പറ്റിയ ശേഷം പ്രതി ഒഴിഞ്ഞുമാറുകയായിരുന്നു. അറസ്റ്റിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായാണ് മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തട്ടിയെടുത്ത സ്വർണവും പണവും സംബന്ധിച്ച് പ്രതി സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. മഞ്ചേരി പോലീസ് SI AP ആസിഫ്, SSCPOമാരായ തൗഫീഖുള്ള മുബാറക്, കിൻസൺ ഹെർബർട്ട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കാവിലക്കാട് ടൗണിൽ നിന്നും മോഷണം പോയ വിദ്യാർത്ഥികളുടെ സൈക്കിളുകൾ തിരിച്ചു കിട്ടി. സൈക്കിളുകൾ പുറത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നാണ് തിരികെ ലഭിച്ചത്. പടിഞ്ഞാറക്കര സ്വദേശിയായ വെട്ടം കുഞ്ഞിമാക്കാനകത്ത് നവാസിന്റെ മകൻ നാഷിദിന്റെയും മൂളക്കൽ മുജീബിന്റെ മകൻ മുഹമ്മദ് റൈഹാന്റെയും ഉടമസ്ഥതയിലുള്ള സൈക്കിളുകളാണ് വെള്ളിയാഴ്ച പകൽ കാവിലക്കാട് ടൗണിൽ നിന്ന് മോഷണം പോയത്. രാവിലെ 9 മണിയോടെ കാവിലക്കാടുള്ള ചായക്കടയിൽ ചേർന്നുള്ള ഭാഗത്താണ് ഇരുവരും സൈക്കിൾ നിർത്തിയിട്ടിരുന്നത്. വൈകിട്ട് സ്കൂൾ വിട്ട് തിരിച്ചു വന്ന സമയത്ത് നോക്കിയപ്പോഴാണ് സൈക്കിൾ മോഷണം പോയതായി അറിയുന്നത്. നാഷിദ് വള്ളത്തുൽ IB സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് റൈഹാൻ പുറത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 8ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇരുവരും സൈക്കിൾ കാവിലക്കാട് നിർത്തിയിട്ട ശേഷം ബസ്സിനാണ് സ്കൂളിൽ പോയിരുന്നത്. മുഹമ്മദ് റൈഹാന്റെ പിതാവ് മുജീബ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. പ്രദേശവാസികൾ പണം സ്വരൂപിച്ചാണ് മുഹമ്മദ് റൈഹാന് സൈക്കിളുകൾ വാങ്ങി നൽകിയത്. നാഷിദാട്ടെ ലോൺ എടുത്തായിരുന്നു സൈക്കിൾ വാങ്ങിയത്. മോഷണ വാർത്ത TCV ചാനലിലൂടെ പുറലോകം അറിഞ്ഞതോടെ നിരവധി പേരാണ് വാർത്ത ഷെയർ ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് പുറത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് നിന്നും സൈക്കിളുകൾ ഉപേക്ഷിക്കപ്പെട്ടതിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച 9 മണിക്ക് ഇവിടെ സൈക്കിൾ കൊടുന്നു വെച്ചതാണ്. അപ്പോൾ സൈക്കിൾ കാണാൻ വൈകുന്നേരം വന്നു നോക്കിയപ്പോൾ ഇന്ന് പുറത്തൂർ ഹൈസ്കൂളിൽ അവിടുന്ന് സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതില് കിട്ടിയതിന് വലിയ സന്തോഷം. ഞാനും മുതലും ഇങ്ങനെ വിലക്കിട്ടുണ്ടായത് അത് പോയ ആൾക്കാരുടെ വിഷമം പറയാൻ ഉള്ളിലുള്ള വിഷമം. സഹപാഠികളാണ് സൈക്കിളുകൾ കണ്ടെത്തിയ വിവരം ഇരുവരെയും അറിയിച്ചത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സൈക്കിളുകൾ തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും സ്വകാര്യ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതികളെ തിരൂർ പോലീസ് പിടികൂടി. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 10-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും ലോക്ക് നമ്പറും കൈക്കലാക്കിയ ശേഷം ഫോണിലുണ്ടായിരുന്ന സ്വകാര്യ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിലാണ് തിരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലായത്. പരിയാപുരം കോർമൻ കടപ്പുരം ആൽബസാറിൽ മൂസാന്റെ പുരയ്ക്കൽ 32 വയസ്സുള്ള സാദിഖിനെ തിരൂരിലെ ലോഡ്ജിൽ നിന്നും കേപുരം പട്ടരുപറമ്പ് പാലേരി വീട്ടിൽ 32 വയസ്സുള്ള ഫാസിലിനെ കേപുരത്തെ വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. സാദിഖിനെതിരെ താനൂർ, പരപ്പനങ്ങാടി, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആലത്തിയൂരിലെ ക്ലബ്ബിലിരിക്കുകയായിരുന്ന യുവാവിനോട് സുഹൃത്തിനെ കാണിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട പ്രതികൾ ഫോൺ വിളിച്ച് ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ തോക്കുചൂണ്ടി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയായിരുന്നു. തുടർന്ന് ഫോണിന്റെ ലോക്ക് നമ്പർ കൈക്കലാക്കിയ പ്രതികൾ പോലീസിൽ പരാതി നൽകിയാൽ പണി കിട്ടുമെന്ന് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു. പിന്നീട് മൊബൈൽ ഫോണിലുണ്ടായിരുന്ന സ്വകാര്യ ചിത്രങ്ങൾ പ്രതികൾ യുവാവിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു നൽകുകയും ചെയ്തു. അറസ്റ്റിലായ പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ T മേപ്പള്ളിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സുജിത്ത, നസീർ തിരൂർക്കാട്, ASI സനോജ്, SCPOമാരായ ഇന്ദ്രജിത്ത്, ഷെമിത്ലാൽ, CPOമാരായ ടോണി, അനന്തു, ഷിൻസൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ എലിപ്പനി രോഗബാധയും മരണങ്ങളും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം മാത്രം എലിപ്പനി ബാധിച്ച 2 പേർ മരിച്ചു. ഓഗസ്റ്റ് 6-ന് ഈഴവത്തിരുത്തി സ്വദേശിനിയായ 57-കാരിയും ഓഗസ്റ്റ് 9-ന് മഞ്ചേരി സ്വദേശിയായ
സ്വദേശിയായ 45 വയസ്സുകാരനുമാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഒരാഴ്ചക്കുള്ളിൽ മാത്രം 40 പേർ എലിപ്പനി ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. എടവണ്ണ, മഞ്ചേരി, വെട്ടേക്കോട്, കാവന്നൂർ, തൃപ്പനച്ചി, ആനക്കയം, തൃക്കലങ്ങോട്, കൊണ്ടോട്ടി, ചോക്കാട്, ചുങ്കത്തറ, നിലമ്പൂർ, തിരുനാവായ, മാറാക്കര, മംഗലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രോഗബാധ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ അണുബാധയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. പനിയോടൊപ്പം കഠിനമായ ശരീരവേദനയോ കണ്ണിൽ ചുവപ്പോ അനുഭവപ്പെട്ടാൽ ഒട്ടും വൈകാതെ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എലിപ്പനിക്ക് പുറമെ സാധാരണ പനി ബാധിതരുടെ എണ്ണത്തിലും ജില്ലയിൽ വൻ വർധനവാണുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം 16,634 പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിലെ OP വിഭാഗത്തിൽ ചികിത്സ തേടിയത്. പ്രതിദിനം ശരാശരി 2000-ലധികം ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 2,961 പേരാണ് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ എത്തിയത്. ഇതോടെ ജില്ലയിലെ താലൂക്ക്, ജില്ലാ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പനിയും അനുബന്ധ രോഗങ്ങളും തടയാൻ ശുചിത്വം പാലിക്കുന്നതിനൊപ്പം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്ത് ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ നൽകി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ മലപ്പുറം നഗരസഭയുടെ വൈഫൈ ടവറുകൾ പൊളിച്ചുമാറ്റി. കോട്ടപ്പടിയിലെ ടവർ നേരത്തെ പൊളിച്ചുമാറ്റിയിരുന്നു. ടൗൺഹാൾ പരിസരത്തെ ടവറും പൊളിച്ചുമാറ്റുന്ന നടപടികളാണ് ആരംഭിച്ചത്. കോട്ടപ്പടി മാർക്കറ്റിനോട് ചേർന്നുള്ള നഗരസഭയുടെ മുനിസിപ്പൽ കോംപ്ലക്സിന് മുകളിലെയും കുന്നുമൽ ടൗൺ ഹാളിന് മുറ്റത്തുമുള്ള വൈഫൈ ടവറുകളാണ് അഴിച്ചെടുത്ത് തൂക്കി വിൽക്കുന്നത്. ഉപയോഗിക്കാതെ 9 വർഷമായി നിൽക്കുന്ന വൈഫൈ ടവർ നീക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കുന്നത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ആശയം കൂടുതൽ ജനകീയമായ സമയത്ത് 2010-15 കാലഘട്ടത്തിലെ മലപ്പുറം നഗരസഭാ ഭരണസമിതിയാണ് സൗജന്യ വൈഫൈ എന്ന ആശയത്തിലേക്ക് പ്രവേശിച്ചത്. 1.50 കോടി രൂപ ചെലവിൽ 2015 ഓഗസ്റ്റിൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ പരിധിയിൽ 16 പോയിന്റുകൾ വൈഫൈക്കായി സ്ഥാപിച്ചിരുന്നു. ലഭിച്ച അപേക്ഷകൾ പ്രകാരം 7000 പേർ 7 മാസത്തോളം സൗജന്യ വൈഫൈ ഉപയോഗപ്പെടുത്തിയതായാണ് കണക്ക്. റെയിൽടെൽ കോർപ്പറേഷനായിരുന്നു വൈഫൈ പദ്ധതിയുടെ നിർവ്വഹണ ചുമതല. മലപ്പുറം കോട്ടപ്പടിയിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലുണ്ടായിരുന്ന വൈഫൈ ടവർ നേരത്തെ അഴിച്ചുമാറ്റിയിരുന്നു. കുന്നുമൽ ടൗൺ ഹാൾ പരിസരത്തെ ടവർ പൂർണ്ണമായും നീക്കുന്നതോടെ കോടിക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടമാകുന്നത്. കേരള വിഷൻ, മലപ്പുറം. കൂറ്റനാട് നിർമ്മാണത്തിലിരുന്ന വീട് പൂർണ്ണമായും മണ്ണിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു തകർന്നു വീണു. വലിയൊരു അപകടം ഒഴിവായത് തലനാഴിഴക്ക്. കൂറ്റനാട് വട്ടേനാട് ഹൈസ്കൂളിന് സമീപമുള്ള ആരിഫിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. വീട് പണിത് 15 വർഷത്തോളമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നിലവിൽ ഇവിടെ ആൾതാമസമുണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ മുതൽ തന്നെ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതിനിടയിലും വീടിന്റെ പണികൾക്കായി 5-ലധികം തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ ഇവിടെയുണ്ടായിരുന്നു. എന്നാൽ പണി കഴിഞ്ഞ തൊഴിലാളികൾ മടങ്ങിപ്പോയതിനു തൊട്ടു പിന്നാലെ രാത്രി വീട് ഇടിഞ്ഞു താഴുകയായിരുന്നു. പഴയ ജനലും കട്ടിലയും പൊളിച്ചുമാറ്റി പുതിയത് വയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നതായാണ് വിവരം. ഞാനിവിടെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു വലിയ സൗണ്ട് കേട്ടിട്ടേ വന്നു നോക്കിയതാ. അപ്പോൾ നോക്കുമ്പോൾ വീട് അങ്ങനെ ഇരുന്നിരിക്കുന്നു. പിന്നെ ആകെ പൊടി ഇതൊക്കെ ആയിട്ട് നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് വീട് അങ്ങനെ ഇരുന്നിട്ടായി നമുക്ക് കാണുന്നത്. ഒരു 9 മണിയൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടില്ല. എന്താ സംഭവിക്കണത് പോലും നമുക്ക് മനസ്സിലായില്ല. അപ്പത്തിനും ഇങ്ങനെ ഇതോടെ ബലക്ഷയം സംഭവിച്ചതാണ് ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടക്കുമ്പോൾ തൊഴിലാളികൾ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മലപ്പുറം ആനങ്ങാടിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് മർദ്ദനം. പരപ്പനങ്ങാടി CI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത്. ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖാണ് ആക്രമണം നടത്തിയത്. പെട്രോൾ പമ്പിലെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആനങ്ങാടിയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരെയാണ് പ്രതി ആക്രമിച്ചത്. ഇയാളെ പിടികൂടാനെത്തിയ പോലീസുകാർക്കും മർദ്ദനമേറ്റു. ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖാണ് ആക്രമണം നടത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പരപ്പനങ്ങാടി CI അടങ്ങുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് യുവാവ് മർദ്ദിച്ചത്. പോലീസ് വാഹനവും തകർക്കാൻ ശ്രമിച്ചു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടുന്നത്.
പെട്രോൾ പമ്പിലേക്ക് ഇയാൾ മദ്യപിച്ചാണ് എത്തിയിരുന്നത്. ലഹരിയും ഉപയോഗിച്ചിരുന്നു. പെട്രോൾ പമ്പിലെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. റിമാൻഡിലായിരുന്ന പ്രതിക്ക് ജാമ്യവും ലഭിച്ചു. കൊപ്പം പുല്ലാശ്ശേരി അതിർത്തിയിലെ വട്ടപ്പറമ്പ് കല്ലുവെട്ട് ക്വാറി പ്രദേശത്ത് വെള്ളക്കെട്ട് ഭീഷണി. വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കയോടെ നാട്ടുകാർ. മുഹമ്മദ് മുസീൻ MLA സ്ഥലം സന്ദർശിച്ചു. കല്ലുവെട്ട് ക്വാറി പ്രവർത്തിക്കുന്നത് മൂലം പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനും ആളുകൾക്ക് വലിയ ആശങ്കയും ഭയവും ഉണ്ടാകാനും ഇടയാക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. തഹസിൽദാർ റിപ്പോർട്ട് ജിയോളജി വകുപ്പിന് കൈമാറുകയും ജിയോളജി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും MLA മുഹസിൻ അറിയിച്ചു. നിലവിൽ ലൈസൻസോടുകൂടിയാണ് ക്വാറി കട്ടിംഗ് നടത്തിയിട്ടുള്ളത്. മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിന്ന് കൂടുതൽ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇതുകൂടി പരിശോധിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MLA അറിയിച്ചു. സ്വാഭാവികമായിട്ടും ഇത് ഇനി വെള്ളം നിന്ന് വലിയ അപകടമുണ്ടാകുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ദൂരീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർ നിലവിൽ ലൈസൻസ്ഡ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നതെങ്കിലും അതിൽ എത്രത്തോളം അധികം കട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. മാത്രമല്ല മണ്ണ് ഇതുപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം നിന്ന് അത് കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇത് പരിശോധിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങളും നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി ഇതുമായി ബന്ധപ്പെട്ടൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ ജനങ്ങളുടെ ആശങ്ക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വ്യവസായ വകുപ്പ് മന്ത്രിയെയും അറിയിക്കും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് കൊടുക്കുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വ്യവസായ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അറിയിക്കാനുമാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വളാഞ്ചേരി നഗരമേഖലയിൽ വാഹനക്കുരുക്ക് ഒഴിയുന്നില്ല. സെൻട്രൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള ഗതാഗത കുരുക്കിനൊപ്പം പ്രധാന ഉപ റോഡുകളിലും വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഇന്നലെ വൈകിട്ട് കുറ്റിപ്പുറം റോഡിൽ വാഹനങ്ങളുടെ നിര വളരെയധികം നീണ്ടുപോയിരുന്നു. ഈ സമയങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ശക്തമായ നടപടികൾ ഉണ്ടാകാത്തത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. പട്ടാമ്പി റോഡിലും ഇന്നലെ സമാനമായ രീതിയിൽ കടുത്ത വാഹനക്കുരുക്ക് അനുഭവപ്പെട്ടു. ആലിൻചോട് വരെയാണ് വാഹനങ്ങൾ നിരനിരയായി കിടന്നത്. പട്ടാമ്പി റോഡിൽ ബൈപ്പാസിലേക്ക് തിരിയേണ്ട വാഹനങ്ങളുടെ നീണ്ട നിര ദിവസേന വർദ്ധിച്ചു വരികയാണ്. സ്ഥിരമായി ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ ആളില്ലാത്തത് വാഹനയാത്രക്കാരിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. കരിപ്പൂരിൽ വൻ കഞ്ചാവ് വേട്ട. എയർപോർട്ട് റോഡിലെ ന്യൂമാൻ ജംഗ്ഷന് സമീപത്തു നിന്ന് 10 കിലോ കഞ്ചാവുമായി 3 അംഗ സംഘത്തെ എക്സൈസ് സംഘം പിടികൂടി. ഒറീസയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘമാണ് എക്സൈസിന്റെ വലയിലായത്. കരിപ്പൂർ എയർപോർട്ടിന് സമീപം കുമ്മിണിപ്പറമ്പ് സ്വദേശി സലീം, പള്ളിക്കൽ ബസാർ സ്വദേശി മുസ്തഫ, ഒഡീഷ സ്വദേശി എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായവർ വൻ ലഹരിക്കടത്ത് ശൃംഖലയിലെ കണ്ണികളാണെന്ന് എക്സൈസ് അറിയിച്ചു. മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഇന്ന് ഈ 3 പ്രതികൾ ഇവിടെ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് ഉദ്ദേശം 10 കിലോ കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ സലീമിന് ആന്ധ്രയിൽ 100 കിലോ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. അതുപോലെ തമിഴ്നാട് 20 കിലോ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. സലീമിന്റെ കൂട്ടുപ്രതിയായിട്ട് മുസ്തഫയും 100 കിലോ കഞ്ചാവ് കേസിൽ ആന്ധ്രയിൽ പ്രതിയാണ്. ഇവരുടെ കൂടുതൽ ആളുകളെ കുറിച്ച് തുടർന്ന് അന്വേഷണം നടത്തുന്നതായിരിക്കും. ഈ കേസ് മലപ്പുറം ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതായി. മുഖ്യപ്രതിയായ സലീമിനെതിരെ ആന്ധ്രാപ്രദേശിൽ 100 കിലോ കഞ്ചാവ് കടത്തിയ കേസും തമിഴ്നാട്ടിൽ 20 കിലോ കഞ്ചാവ് കേസും നിലവിലുണ്ട്. കൂടാതെ മുസ്തഫ ആന്ധ്രയിലെ 100 കിലോ കഞ്ചാവ് കേസിൽ സലീമിന്റെ കൂട്ടുപ്രതിയുമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബ്യൂട്ടി പാർലറിൽ മുടിമുറിക്കാനെന്ന വ്യാജേന MDMA വിൽപ്പനയ്ക്കെത്തിയ യുവാവ് അറസ്റ്റിൽ. കരിപ്പോൾ സ്വദേശി VT ഷറഫുദ്ദീനെയാണ് കുറ്റിപ്പുറം എക്സൈസ് സംഘം പിടികൂടിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച 3.2 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഓണം സ്പെഷ്യൽ ഡ്രൈവ് പരിശോധനയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയുമായി യുവാവിനെ കുറ്റിപ്പുറം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കരിപ്പോൾ സ്വദേശി വാണിയംതൊടി ഷറഫുദ്ദീനെയാണ് വളാഞ്ചേരി കാവുംപുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. കാവുംപുറത്തെ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്നാണ് ഷറഫുദ്ദീനെ പിടികൂടിയത്. ബ്യൂട്ടി പാർലറിൽ മുടി മുറിക്കാനെന്ന വ്യാജേന എത്തി കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നതിനിടയിലാണ് പ്രതി അറസ്റ്റിലായത്. മാസങ്ങളായി ഷറഫുദ്ദീനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസ്. ദേഹത്തൊളിപ്പിച്ച നിലയിലായിരുന്നു MDMA. പ്രതിയെ പുതിയ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ
കുറ്റിപ്പുറം എക്സൈസും മലപ്പുറം എക്സൈസ് സൈബർ സെല്ലും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഷറഫുദ്ദീൻ പിടിയിലായത്. കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ മുരുകദാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി ലതീഷ്, പ്രിവന്റീവ് ഓഫീസർ പി പ്രമോദ്, എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പ്രഗേഷ്, കെ ഗണേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, അലക്സ്, വനിതാ സിഇഒ അന്നു നാരായണൻ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കേരള വിഷൻ, വളാഞ്ചേരി.